ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ഏഹൂദിന് ശേഷം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ ചെയ്തതെന്ത്? ഉത്തരം തിന്മ. ചോദ്യം 2. ആർക്ക് ശേഷമാണ് ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തത്? ഉത്തരം ഏഹൂദിന് ശേഷം. ചോദ്യം 3. ഏഹൂദിന് ശേഷം തിന്മ ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുത്തതാർക്ക്? ഉത്തരം ഹാസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന്. ചോദ്യം 4. ഹസോർ ഭരിച്ചിരുന്നത് ഏത് രാജാവാണ്? ഉത്തരം കാനാൻ രാജാവായ യാബീൻ. ചോദ്യം 5. യാബീൻ്റെ സേനാധിപതി ആരായിരുന്നു? ഉത്തരം ഹറേഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ. ചോദ്യം 6. സിസേറ വസിച്ചിരുന്നത് എവിടെ? ഉത്തരം ഹറേഷത്ത് ഹഗോയിമിൽ. ചോദ്യം 7. സിസേറയ്ക്ക് എത്ര ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു? ഉത്തരം 900. ചോദ്യം 8. സിസേറ എത്ര വർഷം ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചു? ഉത്തരം 20 വർഷം. ചോദ്യം 9. സിസേറ പീഡിപ്പിച്ചപ്പോൾ ഇസ്രായേൽ ജനം എന്തു ചെയ്തു? ഉത്തരം ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ചോദ്യം 10. ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് ആര്? ഉത്തരം ദബോറ പ്രവാചിക. ചോദ്യം 11. ദബോറ പ്രവാചിക ആരുടെ ഭാര്യയാണ്? ഉത്തരം ലപ്പിദോത്തിൻ്റെ ഭാര്യ. ചോദ്യം 12. ദബോറ എവിടെയിരിക്കുക പതിവായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബഥേലിനുമിടയ്ക്കുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ. ചോദ്യം 13. ഇസ്രായേൽ ജനം എന്തിനാണ് ദബോറയെ സമീപിച്ചിരുന്നത്? ഉത്തരം വിധി തീർപ്പിന്. ചോദ്യം 14. ദബോറ ആളയച്ച് വരുത്തിച്ചത് ആരെയാണ്? ഉത്തരം അബിനോവമിൻ്റെ മകനായ ബാറാക്കിനെ. ചോദ്യം 15. എവിടെ നിന്നാണ് ബാറാക്കിനെ ആളയച്ച് വരുത്തിയത്? ഉത്തരം നഫ്താലിയിലെ കേദേശിൽ നിന്ന്. ചോദ്യം 16. ബാറാക്ക് ആരുടെ മകനാണ്? ഉത്തരം അബിനോവാമിൻ്റെ. ചോദ്യം 17. ബാറാക്ക് എവിടെയായിരുന്നു? ഉത്തരം നഫ്താലിയിലെ കേദേശിൽ. ചോദ്യം 18. ആര് നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നാണ് ദബോറ ബാറാക്കിനോട് പറഞ്ഞത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു. ചോദ്യം 19. ആരെയൊക്കെയാണ് അണിനിരത്തുക എന്ന് പറഞ്ഞത്? ഉത്തരം നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ. ചോദ്യം 20. നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെയാണ് അണിനിരത്തുക എന്ന് പറഞ്ഞത്? ഉത്തരം 10,000 പേരെ. ചോദ്യം 21. നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ എവിടെയാണ് അണിനിരത്തുക എന്ന് പറഞ്ഞത്? ഉത്തരം താബോർ മലയിൽ. ചോദ്യം 21. നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞത് ആരാണ്? രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീൻ്റെ സേനാധിപതി. ചോദ്യം 22. എവിടെ വച്ചാണ് സിസേറ നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞത്? ഉത്തരം കിഷോൺ നദിയുടെ സമീപത്ത് വച്ച്. ചോദ്യം 23. ഞാൻ അവനെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഉത്തരം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ചോദ്യം 24. ബാറാക്ക് സിസേറയോട് പറഞ്ഞതെന്ത്? ഉത്തരം നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. ചോദ്യം 25. നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ദബോറ പറഞ്ഞതെന്ത്? ഉത്തരം ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ വരാം. ചോദ്യം 26. ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ വരാം, പക്ഷേ ഈ വഴി നിന്നെ എന്തിലേക്കെത്തിക്കില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം മഹത്വത്തിൽ എത്തിക്കുകയില്ല. ചോദ്യം 27. കർത്താവ് സിസേറയെ ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കും എന്ന് പറഞ്ഞത്? ഉത്തരം ഒരു സ്ത്രീയുടെ. ചോദ്യം 28. ദബോറ എഴുന്നേറ്റ് എവിടേക്കാണ് പോയത്? ഉത്തരം ബാറാക്കിനോടുകൂടെ കേദേശിലേക്ക്. ചോദ്യം 29. ബാറാക്ക് കേദേശിൽ വിളിച്ചുകൂട്ടിയത് ആരെയെല്ലാം? ഉത്തരം നഫ്താലിയെയും സെബുലൂണിലെയും. ചോദ്യം 30.
ബാറാക്കിൻ്റെ പിന്നിൽ അണിനിരുന്നത് എത്ര പടയാളികളാണ്? ഉത്തരം 10,000 പടയാളികൾ. ചോദ്യം 31. 10,000 പടയാളികൾ ബാറാക്കിൻ്റെ പിന്നിൽ അണിനിരന്നപ്പോൾ ആരും അവൻ്റെ കൂടെ പോയി എന്നാണ് 4:10 പറയുന്നത്? ഉത്തരം ദബോറയും അവൻ്റെ കൂടെ പോയി. ചോദ്യം 32. കേന്യനായ ഹേബർ ആരെ വിട്ടുപോന്നാണ് കേദേശിനടുത്ത് സനാനിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചത്? ഉത്തരം മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിൻ്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന്. ചോദ്യം 33. സിസേറ കേട്ടതെന്ത്? ഉത്തരം അബിനോവാമിൻ്റെ മകനായ ബാറാക്ക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന്. ചോദ്യം 34. സിസേറ എവിടെ മുതൽ എവിടെ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടിയത്? ഉത്തരം ഹെറോഷെത് ഹഗോയിം മുതൽ തിഷോർ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന്. ചോദ്യം 35. 4:14 അനുസരിച്ച് ദബോറ ബാറാക്കിനോട് പറഞ്ഞതെന്ത്? ഉത്തരം മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്, നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന്. ചോദ്യം 36. നിന്നെ നയിക്കുന്നത് ആരല്ലേ എന്നാണ് ദബോറ ബാറാക്കിനോട് ചോദിച്ചത്? ഉത്തരം കർത്താവല്ലേ എന്ന്. ചോദ്യം 37. ബാറാക്ക് എത്ര പേരോടൊപ്പമാണ് താബോർ മലയിൽ നിന്ന് താഴെയിറങ്ങിയത്? ഉത്തരം 10,000. ചോദ്യം 38. കർത്താവ് സിസേറയെയും അവൻ്റെ സൈന്യങ്ങളെയും രഥങ്ങളെയും എന്തു ചെയ്തു? ഉത്തരം ഒന്നടങ്കം ബാറാക്കിൻ്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു. ചോദ്യം 39. കർത്താവ് സിസേറയെയും അവൻ്റെ സൈന്യങ്ങളെയും രഥങ്ങളെയും ഒന്നടങ്കം ബാറാക്കിൻ്റെ മുൻപിൽ വച്ച് വാൾമുനയാൽ ചിതറിച്ചപ്പോൾ സിസേറ ചെയ്തതെന്ത്? ഉത്തരം സിസേറ രഥത്തിൽ നിന്നിറങ്ങി പാലായനം ചെയ്തു. ചോദ്യം 40. ബാറാക്ക് എവിടെ വരെയാണ് അനുധാവനം ചെയ്തത്? ഉത്തരം ഹറോഷെത് ഹഗോയിം വരെ. ചോദ്യം 41. സിസേറയുടെ സൈന്യത്തിന് എന്ത് സംഭവിച്ചു? ഉത്തരം വാളിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല. ചോദ്യം 42. 4:17 അനുസരിച്ച് സിസേറ അഭയം പ്രാപിച്ചത് ആരുടെ അടുത്ത്? ഉത്തരം കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ. ചോദ്യം 43. ജായേൽ ആരുടെ ഭാര്യയാണ്? ഉത്തരം കേന്യനായ ഹേബറിൻ്റെ. ചോദ്യം 44. സിസേറ കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിക്കാൻ കാരണമെന്ത്? ഉത്തരം അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു. ചോദ്യം 45. ആരാണ് ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നത്? ഉത്തരം ഹസോർ രാജാവായ യാബീൻ. ചോദ്യം 46. ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നപ്പോൾ പറഞ്ഞതെന്ത്? ഉത്തരം ഉള്ളിലേക്ക് വരൂ പ്രഭോ, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. ചോദ്യം 47. എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ സിസേറ എന്ത് ചെയ്തു? ഉത്തരം അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. ചോദ്യം 48. കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ അവൾ ആദ്യം അവനെ എന്ത് ചെയ്തു? ഉത്തരം ഒരു കരിമ്പടം കൊണ്ട് മൂടി. ചോദ്യം 49. സിസേറ ജായേലിനോട് പറഞ്ഞതെന്ത്? ഉത്തരം എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരിക. ചോദ്യം 50. എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരിക എന്ന് പറഞ്ഞപ്പോൾ ജായേൽ ചെയ്തതെന്ത്? ഉത്തരം അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു. ചോദ്യം 51. കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുക, ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ എന്തു പറയണമെന്നാണ് പറഞ്ഞത്? ഉത്തരം ഇവിടെ ആരുമില്ലെന്ന്. ചോദ്യം 52. ജായേൽ എന്തൊക്കെ എടുത്തുകൊണ്ടാണ് സിസേറയുടെ അടുത്ത് ചെന്നത്? ഉത്തരം കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത്. ചോദ്യം 53. ഹേസറിൻ്റെ ഭാര്യ ജായേൽ എന്താണ് ചെയ്തത്? ഉത്തരം അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു, അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി. ചോദ്യം 54. ആണി എന്താണ് ചെയ്തത്? ഉത്തരം അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി. ചോദ്യം 55. ജായേൽ എന്ത് ചെയ്തപ്പോഴാണ് സിസേറ മരിച്ചത്? ഉത്തരം ഉറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറയ്ക്കുകയും അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റുകയും ചെയ്തപ്പോൾ. ചോദ്യം 56. ബാറാക്ക് സിസേറയെ അന്വേഷിച്ച് ചെന്നപ്പോൾ ജായേൽ എന്താണ് പറഞ്ഞത്? ഉത്തരം വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. ചോദ്യം 57. ബാറാക്ക് കൂടാരത്തിൻ്റെ അകത്ത് കടന്നപ്പോൾ കണ്ടതെന്ത്? ഉത്തരം സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു. ചോദ്യം 58. സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്ന ആ ദിവസം
ദൈവം ആരെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയത്? ഉത്തരം: കാനാൻ രാജാവായ യാബീനെ. ചോദ്യം 59. കാനാൻ രാജാവായ യാബീനെ ആർക്കാണ് ദൈവം കീഴ്പ്പെടുത്തിയത്? ഉത്തരം: ഇസ്രായേൽ ജനതയ്ക്ക്. ചോദ്യം 60. കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിപ്പിക്കുന്നത് വരെ ഇസ്രായേൽ ജനം ചെയ്തുകൊണ്ടിരുന്നതെന്ത്? ഉത്തരം: അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു.